കളവും അസംബന്ധവും പറയാന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പണി. യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ആരാണ്? കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ല. ഈ കേസിൻ്റെ പൂർണ്ണമായ കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അവരുടെ നിർദ്ദേശമാണ്. അവരാണ് ഇവരെ കൃത്യമായിട്ട് നയിക്കുന്നത്. അവർ വലിയ രീതിയിൽ ഈ അന്വേഷണത്തെ ശ്ലാഘിച്ചിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് പത്രത്തിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ജാമ്യം തേടി പോകുമ്പോൾ ഏതെങ്കിലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചുമായിട്ട് ബന്ധമില്ലാത്ത ജാമ്യം പരിഗണിക്കുന്നവരാണ് ഓരോ വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അത്ര കണ്ടാൽ മതി. അല്ലാണ്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ കുറേ കൂടി വിവരത വന്നിട്ടുണ്ട്. ആ വിവരത എന്ന് പറഞ്ഞാൽ 2019 അന്വേഷണം മാത്രമായിരുന്നല്ലോ ഉദ്ദേശിച്ചത്. ആദ്യ SIT അത് 2019 മുമ്പ് 2017 വാജീവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 10 കിലോ ഭാരമുള്ള പഞ്ചലോഹ നിർമ്മിതമായ സ്വർണം പൊതിഞ്ഞ അതിപുരാതനമായ വളരെ പ്രധാനപ്പെട്ട മൂല്യം പറഞ്ഞാൽ തീരാതത്ര മൂല്യമുള്ള ഒന്നാണ്. അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രതിനിധികളും ചേർന്ന് ഒരു തരത്തിലും അധികാരമില്ലാത്ത തന്ത്രിയുടെ കയ്യിലേക്ക് അത് ഏൽപ്പിച്ചു. ഇപ്പോഴും തിരിച്ചു പിടിച്ചു ഈ ഗവൺമെൻറ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. സ്വാഭാവികമായിട്ടും 10 കിലോ ആണ്. മാത്രമല്ല കൊടിമരം ദ്രവിച്ചു പോയിരിക്കുന്നു, ചെതലരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് അസംബന്ധമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം നല്ല സിമെന്റ് തറയിലായിരുന്നു ഈ കൊടിമരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കൊടിമരം കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇത് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ളതെല്ലാം ദുരൂഹമാണ്. മാത്രമല്ല അതിനുവേണ്ടി കോടിക്കണക്കിന് മുമ്പ് പിരിച്ചിട്ടുണ്ട്. പിരിച്ച പണത്തിൻ്റെ ഒരു രേഖയുമില്ല. അതിൽ സ്വർണവും പിരിച്ചിട്ടുണ്ട്. ആ സ്വർണത്തിൻ്റെയും രേഖയില്ല. ഈ കൊടിമര നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം ഒറ്റ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് സ്പോൺസർ ചെയ്തതുമാണ്. അപ്പോൾ ഈ പണം എവിടെ പോയി? കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം കാണാൻ പോയി. ആരൊക്കെ കാണാൻ പോയത്? 2 പ്രധാനപ്പെട്ട ഈ കേസിലെ 2 പേര് കള്ളന്മാരാണെന്ന് സമൂഹം മനസ്സിലാക്കിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊയ്ക്കും അതുപോലെ തന്നെ ഗോവർദ്ധൻ ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരൻ. ആരുടെ ശുപാർശയിലാണ് അവിടെ കയറാൻ സാധിച്ചത്? സോണിയാഗാന്ധി അങ്ങനെ സാധാരണ കാണാൻ പറ്റും. അത് വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ? വലിയ നിയന്ത്രണമുള്ള ഒരാളാണ് സോണിയാഗാന്ധി. ഒരു തരത്തിലും ആർക്കും കാണാൻ സാധിക്കില്ല. പണ്ട് കരുണാകരന് കാണാൻ ഞാൻ പലപ്പോഴും പറഞ്ഞാണ്. കരുണാകരന് തന്നെ കാണാൻ പറ്റിയില്ല. കരുണാകരൻ മതിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കാണാൻ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രമുഖ 2 നേതാക്കന്മാർ, ഒന്ന് അടൂർ പ്രകാശ് UDF കൺവീനർ, മറ്റൊന്ന് അവിടുത്തെ MP ആൻഡുവാൻ, മറ്റൊന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ 2 പേര് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വർണ്ണ കൊള്ളയിൽ നല്ല പങ്കിട്ടു എന്ന് വ്യക്തമാക്കപ്പെട്ട 2 ആൾ. ഈ 2 ആൾ ഉൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്നും ആരാണ് കാണാൻ സംവിധാനം ഉണ്ടായി കൊടുത്തതെന്ന് ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറയാനല്ലോ. ഒരൊറ്റ അക്ഷരം ആരും പറയുന്നില്ല. മറുപടി പറയാൻ ഉത്തരവാദപ്പെട്ടവർ കോൺഗ്രസ്സുകാരല്ലേ? എന്തേ പറയാവുന്നത്? മാധ്യമങ്ങൾക്ക് ഇപ്പോഴതൊരു പ്രശ്നമില്ല. മുമ്പത്തെ പോലെ ആരും തീവ്രമായിട്ട് ഈ ചർച്ച ചെയ്യാനുമില്ല. സദാക്കൾ കയറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ KC വേണുഗോപാലാണ് കൊച്ചിയെ കയറ്റിയത് എന്നിപ്പോൾ വ്യക്തമാക്കി. അപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചൊരായുധമായിരുന്നു സ്വർണ്ണ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ അന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു തരി സ്വർണം അയ്യപ്പന് നഷ്ടപ്പെടാൻ പാടില്ല.